വെൽക്കം ബാക്ക് ടു രീരീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് നമ്മളൊക്കെ എപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കഴിച്ചിട്ടുള്ള ഒരു ബജിയാണ്, മുളക് ബജിയാണിത്. അപ്പോൾ ഇത് നല്ല മഴക്കാലത്തൊക്കെ നല്ല രസമായിരിക്കും ഇത് കഴിക്കാൻ. നല്ല ചൂട് ചായയുടെയൊക്കെ ഒപ്പം ഇങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ മുളക് ബജി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ 4 മുളക് എടുത്തിട്ടുണ്ട്. ഒരു ആവശ്യത്തിന് വലിപ്പമുള്ള ഒരു മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം കഴുകി ഉണക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ്, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ ഞാനിവിടെ കായപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, അല്പമായിട്ട് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. നല്ലപോലെ ഈ പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ ലൂസായി പോകും. അപ്പോൾ നമ്മുടെ മുളകിൽ ബാറ്റർ പിടിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അല്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അല്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നല്ലപോലെ നമ്മുടെ മുളകിലെല്ലാം ബാറ്റർ കോട്ടായി കിട്ടിക്കോളും. അപ്പോൾ നമുക്കിനി നമ്മുടെ മുളക് ഈ ബാറ്ററിൽ മുക്കി പൊരിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരല്പം എണ്ണ ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ മുളക് നടുവേ കീറിയിട്ടാണ് ബാറ്ററിൽ മുക്കി എടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഇതേപോലെ 2 സൈഡ് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ല കുഴിവുള്ള പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പരന്ന പാത്രം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെയൊക്കെ ഒപ്പം നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.